കടുത്ത പ്രതിസന്ധിയിലൂടെ തൃണമൂൽ കോൺഗ്രസ് കടന്നു പോകുന്നതിനിടെ മമതാ ബാനർജിയെ നിയമസഭയിലെത്തിക്കാൻ സീറ്റ് വാഗ്ദാനം ചെയ്ത് AJUP നേതാവ് ഹുമയൂൺ കബീർ മുർഷിദാബാദ് ജില്ലയിലെ റെജിനഗർ മണ്ഡലം ഒഴിഞ്ഞു നൽകാൻ തയ്യാറെന്ന് മമതാ സർക്കാരിൽ മന്ത്രി കൂടിയായിരിക്കുന്ന ഹുമയൂൺ കബീർ പറഞ്ഞു. അതിനിടെ പാർലമെന്ററി പാർട്ടി പിടിച്ചെടുത്തെങ്കിലും ഋതബ്രത ബാനർജിയുടെ നിലപാടിൽ വിമത MLA-മാർക്കും കടുത്ത വിയോജിപ്പുണ്ട്. മമത തന്നെയാണ് നേതാവ് എന്നാണ് ഇവരുടെ നിലപാട്. 58 MLA-മാരുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുത്തെങ്കിലും കാര്യങ്ങൾ ഋതബ്രതയ്ക്ക് അത്ര പന്തിയല്ല. നിയമസഭാ കക്ഷിയുടെ മുഖ്യ ഉപദേഷ്ടാവാകാൻ മമതയോട് അഭ്യർത്ഥിക്കുമെന്നായിരുന്നു വിമത MLA-മാരുടെ യോഗത്തെ ഋതബ്രത അറിയിച്ചത്. ഇതിനോട് കടുത്ത വിയോജിപ്പ് MLA-മാർ രേഖപ്പെടുത്തി. മമത തന്നെയാണ് പാർട്ടിയുടെ ഉന്നത നേതാവ്. മമതയുടെ സ്ഥാനം മുഖ്യ ഉപദേഷ്ടാവ് എന്ന നിലയിലേക്ക് ചുരുക്കിയാൽ പിന്തുണ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും MLA-മാരിൽ ചിലർ മുന്നറിയിപ്പ് നൽകി. മമതയോടല്ല അഭിഷേക് ബാനർജിയോടുള്ള വിയോജിപ്പാണ് ഋതബ്രതയെ പിന്തുണയ്ക്കാൻ കാരണമെന്നാണ് ഇവരുടെ നിലപാട്. അതേസമയം ലോക്സഭാ MP-മാരിൽ പലരും BJP-യുമായി ചർച്ചകൾ തുടരുകയാണ്. 20 MP-മാരാണ് പാർട്ടി വിടാൻ ആലോചിക്കുന്നത്. രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ മമതയെ നിയമസഭയിൽ എത്തിക്കാൻ സീറ്റ് ഒഴിഞ്ഞു നൽകാൻ തയ്യാറെന്ന വാഗ്ദാനവുമായി AJPU നേതാവ് ഹുമയൂൺ കബീർ രംഗത്തെത്തി. നൌദ, റെജിനഗർ എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച ഹുമയൂൺ ചട്ടപ്രകാരം ഒരു മണ്ഡലം ഒഴിയണം. ഇതിൽ റെജിനഗർ മമതയ്ക്ക് നൽകാൻ തയ്യാറെന്നും മത്സരിച്ചാൽ വിജയം ഉറപ്പാകുമെന്നും ഹുമയൂൺ കബീർ പ്രതികരിച്ചു. അയോധ്യയിലെ മാതൃകയിൽ മുർഷിദാബാദിലെ ബെൽഡംഗിയിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഹുമയൂൺ കബീറിനെ തൃണമൂലിൽ നിന്ന് പുറത്താക്കിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.